തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് രണ്ടാം ദിനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പടിപടിയായി അതിന് പരിവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചാൽ, അതിന് നാം മനസ്സ് വച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ആ കുറ്റങ്ങളും കുറവുകളും നാം കണ്ടിരുന്ന് നടിച്ചാൽ, അതിന് നാം പരിഗണന കൊടുക്കാതെ വന്നാൽ, നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവശുദ്ധി നഷ്ടപ്പെടുന്നു. ആരിത് കണ്ടില്ലെങ്കിലും ഇതെല്ലാം കാണുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ടെന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ഒരു പുരം പരിശോധനയ്ക്ക് നാം വിധേയമാക്കപ്പെടുന്നു. നമ്മുടെയൊക്കെ ലളിത ജീവിതത്തിൽ നമ്മുടെ വീടും പരിസരവും നാം അടിച്ചുവാരി വൃത്തിയാക്കുന്നു. ശരീരശുദ്ധി വരുത്തി മനോഹരമായ വസ്ത്രങ്ങൾ അണിയുന്നു. ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ വൃത്തിയുള്ള പോഷകാഹാരം കഴിക്കുന്നു. ഇങ്ങനെ നാം ഉണ്ണുന്നതും ഉടുക്കുന്നതും ഉപയോഗിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സും ഹൃദയവും വിചാരവികാരങ്ങളും ശുദ്ധമാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ മനസ്സ് നന്മയുള്ളതായിരിക്കണം. സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതാണല്ലോ ക്രിസ്മസ് സന്ദേശം. നമ്മുടെ മനസ്സിൻ്റെ ചിന്തയും ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ജീവിത വിശുദ്ധിയും പെരുമാറ്റത്തിൻ്റെ ശ്രേഷ്ഠതയും കാത്തു സൂക്ഷിക്കുവാൻ, അത് ഒരു ഭംഗവും വരാതെ നിലനിർത്തുവാൻ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം. നന്മയുള്ള മനസ്സാണ് മനസ്സമാധാനത്തിന്റെ മാനദണ്ഡം. സന്മനസ്സുകൾക്ക് സമാധാനം, അതാണ് ക്രിസ്മസ് സന്ദേശം. സ്വർഗീയ പിതാവിന്റെ ആ വലിയ സന്ദേശം, ആ സമാധാനം നല്ല മനസ്സോടെ നമുക്ക് അനുഭവിക്കാം. നാം കണ്ടുമുട്ടുന്നവരിൽ വെറുപ്പിന്റെ അന്ധകാരത്തെ മാറ്റി, മതവിദ്വേഷത്തിന്റെ അന്ധകാരത്തെ മാറ്റി, വൈരാഗ്യത്തിന്റെ അന്ധകാരത്തെ മാറ്റി, പ്രതികാരത്തിന്റെ അന്ധകാരത്തെ മാറ്റി, അസൂയയുടെ കോപത്തെ അന്ധകാരത്തിന്റെ മാറ്റി, വാത്സല്യമായി, സ്നേഹമായി, കരുണയായി, കരുതലായി അവരിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഈ ക്രിസ്മസ് നമുക്കും ചൈതന്യമുള്ളതാക്കാം. സ്തുതിയായിരിക്കും.